എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു പഴയകാല നാടൻ വിഭവമാണ്. ഒരു തരി പോലെ എണ്ണയൊന്നും ചേർക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ നാടൻ പലഹാരം. പണ്ടുകാലേ നമ്മുടെ അമ്മമാര് നമുക്ക് വൈകിട്ടത്തെ ചായക്കും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ ഉണ്ടാക്കി തന്നിരുന്ന തനി നാടൻ പലഹാരം കൂടിയാണ്. അന്നൊക്കെ ഒരുപാട് ഇഷ്ടത്തോടു കൂടി തന്നെയാണ് നമ്മളിത് കഴിച്ചുകൊണ്ടിരുന്നതും. ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്, അതുപോലെ കഴിക്കാനും വളരെ ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ അറിയില്ലാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീഡിയോയിൽ കൂടെ ഇന്ന് ഞാൻ കാണിച്ചു തരുന്നതും. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമൻസായിട്ട് അറിയിക്കാനും മറക്കരുത്. നിങ്ങൾ ഓരോരുത്തരും എനിക്ക് തരുന്ന സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ മറ്റുള്ള കൂട്ടുകാരിലേക്ക് എത്തപ്പെടുന്നതും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ കണ്ടു നോക്കിയാലോ. ഇനി നമുക്ക് പലഹാരം തയ്യാറാക്കാൻ തുടങ്ങാം. ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഗോതമ്പ് പൊടിയാണ്. നിങ്ങളുടെ വീട്ടിലെ മെമ്പേഴ്സിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഗോതമ്പ് പൊടിയുടെ അളവും കൂട്ടാവുന്നതാണ്. ഗോതമ്പ് പൊടി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് പാളയൻതോടൻ പഴമാണ്. പാളയൻകോടൻ പഴമെന്നും മൈസൂർ പഴമെന്നും അറിയപ്പെടുന്ന ഈ ഒരു പഴം ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഏത്തപ്പഴം ഉണ്ടെങ്കിലും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ പൊടി ഒന്ന് കുഴച്ചെടുക്കണം. ഇതിനായിട്ടൊരു ബൗൾ എടുത്ത് വെച്ചിട്ട് ഇതിലേക്ക് തോലുരിഞ്ഞ് പഴം ഇട്ട് കൊടുക്കാം. നമ്മളിന്നിവിടെ എടുത്തിട്ടുള്ള മൈസൂർ പഴം വളരെ ചെറുതായതുകൊണ്ട് ഞാനിവിടെ ഒരു 6 പഴമാണ് എടുക്കുന്നത്. നിങ്ങൾ എടുക്കുന്ന പഴം വലിപ്പമുള്ളതാണെങ്കിൽ ഒരു 3 എണ്ണം മതിയാകും. അതുമല്ല, ഇനി ഏത്തപ്പഴമാണെങ്കിൽ ഒരു വലിയ പഴം മാത്രം മതിയാകും. പഴം പാത്രത്തിലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ഈ പഴം ഒന്ന് നല്ല പോലെ ഒന്ന് ഉടച്ചെടുക്കാം. നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മതിയാകും. അങ്ങനെ നമ്മുടെ പഴം വളരെ എളുപ്പത്തിൽ തന്നെ ഞാനിവിടെ ഉടച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം കട്ടകളൊക്കെ ഉടച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മധുരം ചേർക്കണം. പഴത്തിന് നല്ല മധുരം ഉള്ളത് കൊണ്ട് ഞാൻ ഒരു തവിയോളം ശർക്കരപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ശർക്കര പൊടിക്ക് പകരമായിട്ട് പഞ്ചസാര ചേർക്കാം. ഇനിയിപ്പോൾ ശർക്കര ഉരുക്കി അരിച്ചെടുത്താലും കുഴപ്പമൊന്നുമില്ല. ശർക്കര ഉരുക്കി അരിച്ച് ചേർക്കുമ്പോൾ വെള്ളം കൂടി പോവാതെ വേണം നമുക്ക് ശ്രദ്ധിച്ച് ചെയ്യാനായിട്ടും. അങ്ങനെ ശർക്കരയും പഴവും കൂടെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നുള്ളുപ്പാണ്. ഈ ഒരു പലഹാരത്തിന്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആകാനും വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത്. കൂടെ തന്നെ ഇതിലേക്ക് ഒരു ചെറിയ അരമുറി നാളികേരം തിരുമിയത് കൂടെ ചേർക്കാം. കൂടെ തന്നെ 1 സ്പൂൺ അളവിലെ നെയ്യ് കൂടെ ചേർത്തിട്ട് വീണ്ടും നല്ലവണ്ണം തന്നെ മിക്സ് ചെയ്തെടുക്കാം. പഴവും തേങ്ങയും ശർക്കരയും നെയ്യും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് പൊടിയാണ്. നമ്മളിന്ന് വളരെ ഹെൽത്തി ആയിട്ടാണ് ഈ ഒരു പലഹാരം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഞാനിതിലേക്ക് 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്നുകൂടെ മിക്സ് ചെയ്ത് എടുക്കുവാണ്. നമ്മളിന്ന് ഒരു 4 പലഹാരം തയ്യാറാക്കി എടുക്കാനും വേണ്ടിയിട്ട് 1.5 കപ്പ് പൊടിയാണ് ഗോതമ്പ് പൊടി നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പൊടിയും ശർക്കരയും എല്ലാം നല്ല പോലെ ചേർന്ന് കഴിഞ്ഞാൽ വീണ്ടും നമുക്കിതിലേക്ക് 1/2 കപ്പ് പൊടി കൂടെ ചേർക്കാം. 1/2 കപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ഇതെല്ലാം കൂട്ടി യോജിപ്പിച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചു കൂടെ കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊടി അല്പം കട്ടിയായിട്ടാണ് ഇരിക്കുന്നത്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് 1/2 കപ്പ് തേങ്ങാ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. തേങ്ങാ വെള്ളം നിങ്ങളുടെ കൈവശം ഇല്ലെങ്കിൽ സാധാരണ പച്ചവെള്ളം ഉപയോഗിച്ചാലും മതി. തേങ്ങാ വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പലഹാരം വളരെ സോഫ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുന്നതാണ്. വീണ്ടും ഇതെല്ലാം കൂട്ടിച്ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുവാണ്. പൊടി എല്ലാ ഭാഗത്തേക്കും മിക്സ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഉപയോഗിച്ച് വേണം നമുക്കിതൊന്ന് കുഴച്ചെടുക്കാനായിട്ടും. കൈ കൊണ്ട് കുഴയ്ക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷമായിരിക്കണം കുഴച്ചെടുക്കേണ്ടതും. അല്ലെങ്കിൽ കൈ വിരലുകളിൽ പൊടി ഒട്ടിപ്പിടിക്കാനൊക്കെ സാധ്യത കൂടുതലാണ്. വളരെ മയത്തിൽ തന്നെ 1 മിനിറ്റ് നേരം പൊടി കുഴച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പലഹാരം തയ്യാറാക്കി എടുക്കാൻ തുടങ്ങാം. നമ്മളിന്നൊരു 4 പലഹാരമാണ് തയ്യാറാക്കി എടുക്കാനും പോകുന്നത്. അതിനായിട്ട് മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചിട്ട് 4 ഭാഗമാക്കിയിട്ട് മാവിനെ ഒന്ന് മാറ്റാവുന്നതാണ്. പൊടി പകുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഇത് വേവിച്ചെടുക്കാനുള്ള ഒരു അയൺ പാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുക്കാം. നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഓട്ടടയാണ്. പാനിപ്പോൾ നല്ലപോലെ ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കൈ ഒന്ന് നനച്ചതിന് ശേഷം കുറച്ച് മാവെടുത്ത് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വളരെ തിന്നായിട്ട് വേണം നമുക്ക് ഈ മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ടും. അപ്പോഴാണ് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാനും സാധിക്കുന്നത്. മാവ് നൈസായിട്ട് പരത്തി കഴിഞ്ഞാൽ പിന്നെ ഇല ഒന്ന് മടക്കിയും കൂടെ കൊടുക്കണം. അതിനുശേഷം ഒരു ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് എല്ലാ ഭാഗത്തും ഒരുപോലെ ലെവലായി കിട്ടുന്നതിനായിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ വളരെ എളുപ്പത്തിലും നമുക്ക് വേവിച്ച് മുരിയിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അങ്ങനെ നമ്മുടെ അട ഒരു ഭാഗം ഒന്ന് മുരിഞ്ഞു വന്നു. അപ്പോൾ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുവാണ്. ഇടയ്ക്കിടയ്ക്ക് മറിച്ചും തിരിച്ചുമൊക്കെ ഇട്ട് കൊടുത്ത് തന്നെ നമുക്കിതൊന്ന് വേവിച്ചു കൂടി എടുക്കണം. മറിച്ചിട്ട് കൊടുക്കുന്ന സമയത്ത് ചട്ടുകം വെച്ചിട്ട് നല്ല പോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഇതൊന്ന് വേവിച്ചെടുക്കാനായിട്ടും. 2 ഭാഗവും ഒരുപോലെ തന്നെ വെന്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ പലഹാരം മറ്റൊരു പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഒരു തരി പോലും കരിഞ്ഞൊന്നും പോവാതെ തന്നെ നമുക്ക് ഈ പലഹാരം വേവിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിനുശേഷം
ശേഷം മറ്റൊരു ഇല വെച്ച് കൊടുത്തിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് വീണ്ടും ചെയ്തെടുക്കാം. വാഴയില എടുക്കുമ്പോൾ അല്പം വലുതാക്കിയിട്ട് തന്നെ എടുക്കാൻ ശ്രമിക്കുക. അപ്പോഴാണ് നമുക്കിതുപോലെ തിന്നായിട്ടൊന്ന് പരത്തി എടുക്കാൻ സാധിക്കുന്നത്. തിന്നായിട്ട് പരത്തി കഴിഞ്ഞാൽ വീണ്ടും ഇല മടക്കിയതിന് ശേഷം ഗ്ലാസ് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൂടെ കൊടുക്കാം. അങ്ങനെ രണ്ടാമത്തെ ഇലയും ഒരു ഭാഗം മുരിഞ്ഞു വന്നപ്പോൾ വീണ്ടും ഞാനിവിടെ മറിച്ചിട്ട് കൊടുത്തിട്ട് മറിച്ചും തിരിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ എല്ലാ പലഹാരങ്ങളും നമുക്കിതുപോലെ തന്നെ വേവിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പഴയകാല നാടൻ പലഹാരങ്ങളൊക്കെ തയ്യാറാക്കി കഴിക്കാൻ ഇഷ്ടമുള്ളവർക്കും ഈ ഒരു വീഡിയോ ഒരുപാട് തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയുള്ളൂ കൂട്ടുകാരെ. ഈ ഒരു വീഡിയോയും കണ്ടിട്ട് എൻ്റെ കൂട്ടുകാരെ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ പലഹാരത്തിൻ്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. ഇനിയിപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഫോളോ ചെയ്ത് നമ്മുടെ ഫാമിലിയിലെ മെമ്പർ ആകാനും മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ രാവിലെ ഓടിയെത്തുന്നതാണ്. അതുവരെയും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരോടും ഒത്തിരി നന്ദി സ്നേഹം അറിയിച്ചുകൊണ്ട് നാളെ ഇനി വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.